നമസ്കാരം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും മിണ്ടിയും പറഞ്ഞും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് മിണ്ടിയും പറഞ്ഞും ചർച്ച ചെയ്യുന്നത് ഓട്ടോറിക്ഷകൾക്ക് മീറ്റർ നിയമം കർശനമാക്കുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇതിപ്പോ ഓട്ടോയെ കുറിച്ച് മാത്രമല്ല നമ്മളിപ്പോ പറയുന്നത്, ടാക്സി ആയിക്കോട്ടെ. പലപ്പോഴും പൊതുവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് വാഹനം കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തിരക്കിട്ട് തീർച്ചയായിട്ടും ഓട്ടോയിൽ തന്നെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഓട്ടോറിക്ഷകളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് പേരുടെയും, എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് എന്നൊരിക്കൽ കൂടെ പറയാം, എല്ലാവരും അങ്ങനെ അല്ലെങ്കിൽ പോലും ചിലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫെയർ ചാർജ് ആയിരിക്കത്തില്ല അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്, അല്ലെ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മീറ്റർ ചാർജ് നോക്കി മാത്രം കാശ് വാങ്ങുക എന്നൊരു നിയമം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും പലപ്പോഴും ചിലരെങ്കിലും തോന്നിയതുപോലെ അവർക്ക് ഇഷ്ടമുള്ളൊരു തുകയായിരിക്കും അവർ നമ്മുടെ നിന്ന് വാങ്ങുക, അല്ലെ? അപ്പോ നമുക്കതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കി തീർക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വിഷയം ചർച്ച ചെയ്യുന്നത് ഓട്ടോറിക്ഷകൾക്ക് മീറ്റർ നിയമം കർശനമാക്കുക. പിന്നീട് വെറുതെ നോക്കാൻ വേണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടിയാണെങ്കിൽ നമുക്ക് മീറ്ററിന്റെ ആവശ്യമില്ല. അപ്പൊ വിളിക്കേണ്ട നമ്പർ 0474293111. കോളുണ്ട്, കോളിലേക്ക് പോകാം. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. ചേട്ടാ എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ കോയിവിള, സജി കോയിവിള. പറഞ്ഞു ചേട്ടാ. മീറ്റർ നിർബന്ധമാക്കുന്നത് നല്ല കാര്യം തന്നെയാണ്, അതിന് നമുക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ നമ്മള് പെട്രോൾ പമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഡിജിറ്റൽ മീറ്റർ ഉണ്ട്. നമ്മളൊരു കടയിൽ ചെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ത്രാസ് വെച്ച് തൂക്കി നമുക്ക് സാധനം തരും. പക്ഷെ ഇന്ന് നമുക്ക് ഒരു സാധനം വാങ്ങിക്കാൻ, ഇപ്പൊ ഉദാഹരണത്തിന് 1 കിലോ അരി നമ്മൾ 60 രൂപയ്ക്ക് ആ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ 1 കിലോ പഞ്ചസാര 35 രൂപയ്ക്ക് വാങ്ങിച്ചു. പിറ്റേ ദിവസം നമ്മൾ ചെല്ലുമ്പോഴത്തേന് മുതലാളി പറയും, ഇന്നലെ ലോഡ് വന്നു, ഇന്നലെ തന്നെ 60 രൂപ അരി ഇന്ന് 70 രൂപയാണ്, 35 രൂപയുടെ പഞ്ചസാര 40 രൂപയാണ്, അതിന്റെ പേര് ഈ റേറ്റിനെ തരാൻ പറ്റത്തുള്ളൂ. നമ്മളൊന്നും മിണ്ടാതെ ഇത് വാങ്ങിച്ചിട്ട് പോരും, അല്ലേ? നമ്മൾ പെട്രോൾ പമ്പിൽ ചെന്നിട്ട് ഇന്നലെ 100 രൂപയ്ക്ക് അടിച്ചിട്ട് പെട്രോൾ അടിച്ചെങ്കിൽ ഇന്ന് 110 രൂപയായിരിക്കും അതിനോട് ഡിജിറ്റൽ കാണിക്കുന്നത്. നമ്മളൊരക്ഷരം മിണ്ടാതെ ഈ 110 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് പോയി. അപ്പൊ ഇത് ഒരു 5 വർഷത്തേക്ക് സെൻട്രൽ ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് ആയാലും ഇതൊന്ന് ഫിക്സ് ചെയ്ത് നിർത്താനൊരു എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? തീർച്ചയായിട്ടും ചേട്ടൻ പറഞ്ഞ വളരെ വലിയ കാര്യം തന്നെയാണ്. കാരണം ഇതിങ്ങനെ, അതായത് നമ്മൾ ഓരോ ദിവസം കൂടുന്തോറും ഈ വില വർദ്ധിക്കുന്നതിനെക്കാട്ടും നല്ലതാണ് ചേട്ടൻ പറഞ്ഞത്. ഈ വില വർദ്ധിക്കുന്ന ഈ ഓരോ ദിവസവും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നത് സ്ഥിരമാക്കി ഒരു 5 വർഷം കേരള ഗവൺമെന്റ് നിലനിർത്താനുള്ള എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? പക്ഷെ ഓട്ടോറിക്ഷക്കാരന്റെ പെർമിറ്റിനകത്ത് ഇതനുസരിച്ചുള്ള വ്യത്യാസം വരുന്നില്ല. അപ്പൊ അവൻ പോയി പെട്രോൾ വാങ്ങിച്ചാലും ഡീസൽ വാങ്ങിച്ചാലും ഓയിൽ വാങ്ങിച്ചാലും സ്പെയർ പാർട്സ് വാങ്ങിച്ചാലും വർഷാപ്പിൽ ചെന്നാലും എല്ലാം അവര് ചോദിക്കുന്ന പൈസ കൊടുക്കണം. പക്ഷെ ചേട്ടാ ചിലരെങ്കിലും ഉണ്ടല്ലോ, അതായത് നോർമൽ കാശ് ചോദിച്ചാല് പരമാവധി ആളുകൾ കൊടുക്കുകയാണ്. പക്ഷെ ചിലരെങ്കിലും ഈ പറയുന്ന, അതായത് ഒരുപാട് കാശ് അധികം ചോദിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരുമല്ല, ചിലരെങ്കിലും, ഇല്ലേ? അത് എല്ലാവരും ഇല്ല. 100-ലാണെങ്കിൽ ചിലപ്പോ കൂടി വന്നാൽ 3, 4, 5 പേര് കാണും. ചിലര് അധികം തർക്കം വരുമ്പോഴത്തേന് വണ്ടി എടുത്തുകൊണ്ട് തിരിച്ചു പോകുന്നവരുമുണ്ട്, പൈസ വേണ്ടാന്നും പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഈ പാസഞ്ചർ ബഹളം വെക്കുമ്പോൾ അവർക്ക് നാണക്കേട് പോലും അവർ വണ്ടി എടുത്തിട്ട് പൈസ വേണ്ടെന്ന് പറഞ്ഞ് പോകുന്ന ഒരുപാട് പാർട്ടികളുണ്ട്, എനിക്കറിയാവുന്ന പാർട്ടികളുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 30,000 രൂപ തൊട്ട് 2 ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പം ഈ 2 ലക്ഷം രൂപ വാങ്ങിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് 70 രൂപയ്ക്ക് അരി വാങ്ങിക്കുകയാണെങ്കിൽ അതേ റേറ്റിൽ തന്നെയാണ് ഈ ഓട്ടോറിക്ഷക്കാരന് അരി വാങ്ങിക്കുന്നത്. അതേ റേറ്റിൽ തന്നെയാണ് ഓട്ടോറിക്ഷക്കാരൻ മീൻ വാങ്ങിക്കുന്നത്. പച്ചക്കറി കടയിൽ ചെന്നാൽ പച്ചക്കറി വാങ്ങിക്കുന്നത് അതേ റേറ്റിലാണ്. നിങ്ങൾക്ക് ഈ ഓട്ടോറിക്ഷയുടെ എന്തെങ്കിലും പാസ് ഉണ്ടോ അല്ലെങ്കിൽ ഐഡന്റി കാർഡ് ഉണ്ടോ അത് കാണിച്ചാൽ ഈ 70 രൂപയുടെ അരി 30 രൂപയ്ക്ക് തരാമെന്ന് ഏതെങ്കിലും കടക്കാരൻ പറയൂ? പറയത്തില്ല. 70 രൂപയ്ക്ക് തന്നെ അവർക്ക് അരി കൊടുക്കത്തുള്ളൂ. അപ്പൊ ഒരു ദിവസം കൂടി വന്ന ഒരു 10,000 രൂപ അല്ലെങ്കിൽ 1,200 രൂപയ്ക്ക് ഒരു ഓട്ടോറിക്ഷക്കാരൻ ഓടിയാൽ അവൻ 450 രൂപയുടെ പെട്രോൾ ഒഴിച്ച് 150 രൂപ അവന്റെ ചെലവും കഴിഞ്ഞ് 300 രൂപ വണ്ടി വാടകയും കൊടുത്ത് ബാക്കി എന്തോ കാണും ഇവനെ വീട്ടിൽ കൊണ്ടുപോകാൻ. പിന്നെ അവൻ വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേന് 100 രൂപ പൊതിയെങ്കിലും ഇല്ലാതെ അവന് വീട്ടിൽ ചെല്ലാൻ പറ്റത്തില്ല. കാരണം അവന് ഭാര്യയുണ്ട്, 2-3 മക്കള് കാണും, അച്ഛൻ കാണും, അമ്മ കാണും, സഹോദരങ്ങൾ കാണും. ഇവരുടെ എല്ലാ കാര്യങ്ങളും ഈ ബാക്കിയുള്ള പൈസയാണ് അവൻ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. ഓട്ടോക്കാരന്റെ ജീവിതാവസ്ഥ മിക്കവാർക്കും അറിയത്തില്ല. അവനൊരു നല്ല വീടില്ല, അവൻ കറണ്ട് ചാർജ് അടയ്ക്കാൻ പറ്റത്തില്ല, അവൻ കടം വാങ്ങിച്ചിരിക്കും കറണ്ട്.
പിന്നെ അവന്റെ ഭാര്യയോ മക്കളോ വേറെ എന്തെങ്കിലും പണിക്ക് പോയാലേ അവന് ഈ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എത്ര ഓട്ടോറിക്ഷക്കാർക്കുണ്ട് നല്ലൊരു വീടുള്ളത്? അതിന് ഇന്നത്തെ കാലത്ത് ഒരു 2-3 സെന്റ് വാങ്ങിച്ചിട്ട് ഒരു വീട് വെച്ച് ചെറിയൊരു വീട് വെച്ച് മാറാൻ പറ്റുമോ? കഴിഞ്ഞ ആഴ്ചയിലും പത്രത്തിൽ വന്നതാണ് 20 ലക്ഷം രൂപയ്ക്ക് വെച്ചുകൊണ്ടിരുന്ന ഒരു വീട് ഇപ്പൊ വെക്കണമെങ്കിൽ 27 ലക്ഷം രൂപ വേണം. കാരണം നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയ മാറ്റമാണത്. ഇപ്പൊ വേറൊരു ഉദാഹരണം പറഞ്ഞാല് ഒരു പിച്ചക്കാരനൊരു വീട്ടിൽ ചെന്നാല് നമ്മൾ 1, 2 അല്ലെ 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സാറേ ഒരു ചായയുടെ കാശ് തരാനാ പറയുന്നത്. അങ്ങനെ അവന് 200 വീട്ടിൽ കയറിയാൽ ഏറ്റവും കുറഞ്ഞ 100 വീട്ടിൽ നിന്ന് പൈസ കിട്ടിയാലും ചിലപ്പോ 10 കൊടുക്കുന്നവരുണ്ട്, 20 കൊടുക്കുന്നവരുണ്ട്, 50 കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവന് 1500 രൂപ കിട്ടും മിനിമം. പക്ഷെ ഈ ഓട്ടോക്കാരൻ രാവിലെ 5 മണിക്ക് അവന്റെ ഭാര്യയും മക്കളും ഉറക്കം എഴുന്നേക്കുന്നതിന് മുമ്പ് ഇവന് ഈ ഓട്ടോ എടുത്തിട്ട് പോയി ഈ വെയിലും മഴയും കാറ്റും തണുപ്പും ഈ പോസ്റ്റ് അടിഞ്ഞു വീണാലും മരമൊടിഞ്ഞു വീണാലും എല്ലാം അവൻ ഒരു ജംഗ്ഷൻ കിടക്കുകയാണ്. അവനെന്ത് കിട്ടും? അവന് തന്നെ അനുഭവിക്കില്ലേ? ഈ ഓട്ടോക്കാരെന്ന് പറഞ്ഞ ഒരു കാവൽക്കാരാണ് ഒരു ജംഗ്ഷന്റെ, അല്ലയോ? നമ്മള് ഒരു